ലോകത്ത് ഇതേവരെ ഉത്തരം പറയാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന എത്രയോ രഹസ്യങ്ങൾ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെവിടെ പോയി എന്ന് തന്നെ അറിയില്ല. നിങ്ങൾക്കറിയുമല്ലോ ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രവിശാലമായ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 16,45,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന 350 ദ്വീപുകൾ അടങ്ങിയ ഒരു ദ്വീപ് സമൂഹമാണ് ബർമുഡ ട്രയാങ്കിൾ. ആ ബർമുഡ ട്രയാങ്കിൾ അമേരിക്കയിൽ നിന്ന് വെറും 980 കിലോമീറ്റർ അകലെ 1000 കിലോമീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിന്റെ സർവ്വതും കണ്ടെത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന, ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന അമേരിക്ക. എന്തിനാണ് അമേരിക്ക ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? ഇറാഖിലെ മക്കളെ കൊന്നൊടുക്കിയവൻ, ഇറാഖിന്റെ ജീവനെ കൊന്നൊടുക്കിയവൻ, അഫ്ഗാനിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ബോസ്നിയയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ചെച്ചിനയിലെ ജീവനെ കൊന്നൊടുക്കിയവൻ, ഇറാഖിലെയും അഫ്ഗാനിലെയും ബോസ്നിയയിലെയും ചെച്ചിനയിലെയും ജീവനുകളെ മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കിയിട്ടും രക്തദാഹം തീരാൻ അമേരിക്ക വീണ്ടും ഇനി ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്നത് ആ ചന്ദ്രന്റെ ജീവനും കൂടി ഊട്ടിക്കൊടുക്കാനുള്ള വല്ലാത്ത അത്യാഗ്രഹമാണോ എന്ന് നാം അതിശയപ്പെട്ടു പോവുകയാണ്. ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് നോക്കുന്ന അമേരിക്ക 1000 കിലോമീറ്റർ ഇപ്പുറ കിടക്കാണ് അള്ളാഹുവിന്റെ കുദറത്ത്. ഇതേവരെ അമേരിക്ക കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്ററേ ഉള്ളൂ. എന്താ ബർമുഡ ട്രയാങ്കിള്? ലോകത്ത് നിന്ന് പറന്നു പോകുന്ന വിമാനങ്ങൾ ബർമുഡ ട്രയാങ്കിളിൽ എത്തിയാൽ അപ്രത്യക്ഷമാകും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന മിയാമിയിൽ നിന്ന്, അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് 980 കിലോമീറ്റർ അകലെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയും. പക്ഷെ ഖുർആൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഈ സമസ്യക്ക്. ബർമുഡ ട്രയാങ്കിളിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന കപ്പലുകൾ 16-ാം നൂറ്റാണ്ട് മുതൽ ഇതേവരെ 184 കപ്പലുകളാണ് നിരവധി യാത്രക്കാരുമായി ബർമുഡ ട്രയാങ്കിൾ വരെ എത്തി. പിന്നീട് ആ കപ്പലുകളെ കുറിച്ചൊരു വിവരവുമില്ല. അവിടെ മരിച്ചുപോയ മനുഷ്യരെവിടെ പോയി എന്നറിയില്ല. കപ്പലുകൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായി കിടക്കുന്ന ഭൂപ്രദേശം വരെ എത്തുന്നതേ അറിയാവൂ. അതേവരെ റഡാറുകളിൽ തെളിഞ്ഞു കാണും. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രാന്തപ്രദേശത്തിലേക്ക് എത്തിയാൽ റഡാറിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ പിന്നെ കാണാൻ കഴിയുന്നില്ല. 1912 അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ സാൻഡ്ര എന്ന് പറയുന്ന കപ്പൽ 373 യാത്രക്കാരുമായിട്ട് കടന്നു ചെന്നു. ബർമുഡ ട്രയാങ്കിൾ വരെ ചെന്നു. പിന്നീട് ആ കപ്പലിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. അതിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 1848 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക തിയോഡാർക്ക് പോയി 370 യാത്രക്കാരുമായി ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ അലറിയടിക്കുന്ന തിരമാലകളുടെ പ്രാന്തപ്രദേശം വരെ പോയതിനെ കുറിച്ച് അറിവുണ്ട്. പിന്നീട് അറിവില്ല. അവിടെ ഇതേവരെ മുക്കിക്കൊല്ലപ്പെട്ടത് 141 യുദ്ധക്കപ്പലുകളാണ്. ഏതാണ്ട് 2000-ലധികം മനുഷ്യരാണ് മരിച്ചത്. ഇതേവരെ ആ തകർന്നു പോയ കപ്പലുകളുടെ ഒരു പലക പോയിട്ടതിന്റെ ഒരു സ്ക്രൂ പോലും കണ്ടുകിട്ടിയിട്ടില്ല. മരിച്ചുപോയി എന്ന് പറയുന്ന ആളുകളുടെ ജഡം കണ്ടുപിട്ടിട്ടില്ല. എവിടെയാണത് പോയത്? ആ കപ്പലുകൾ കടൽക്ഷോഭത്തിൽപ്പെട്ട് തകർന്നു പോയതാണെങ്കിൽ അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കാണണം. അവശിഷ്ടങ്ങൾ പോയിട്ട് കപ്പലിന്റെ ഒരു സ്ക്രൂ പോലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ വിമാനങ്ങളാണ് ഇതേവരെ ഞാൻ ഈ സംസാരിക്കുന്ന 2010 ഫെബ്രുവരി മാസം വരെ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരെ, ഫെബ്രുവരി 1-ാം തീയതി നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഏതാണ്ട് 41ഓളം വിമാനങ്ങളാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ അപ്രത്യക്ഷമായി പോയത് എവിടെയെന്ന് ആർക്കും അറിയില്ല. 41 വിമാനങ്ങൾ എവിടെ പോയി? 140 യുദ്ധക്കപ്പലുകൾ എവിടെ പോയി? ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സമുദ്രത്തിലൂടെ പോകുമ്പോൾ കപ്പൽ മുങ്ങിയാല് ആകാശത്തൂടി പറന്നു പോകുന്ന യുദ്ധവിമാനങ്ങൾ എവിടെ പോയി? എത്രയോ വിമാനങ്ങൾ, എത്രയോ ആളുകളാണ് മരിച്ചുപോയത്. ഇതേവരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതേവരെ അതിന്റെ അവശിഷ്ടം കാണാൻ ലോകത്താർക്കും കഴിഞ്ഞില്ലെങ്കിൽ 1948 ഡിസംബർ 28-ാം തീയതി അമേരിക്കയുടെ മിയാമിയിൽ നിന്ന്, തെക്കേ അമേരിക്കയുടെ മിയാമിയിൽ നിന്ന് കടന്നു പോകുന്ന നടന്നു പോകുന്ന വിമാനം കടന്നു പോവുകയാണ്. ആ വിമാനം കടന്നു പോകുമ്പോ രാവിലെ 4:13 ആകുമ്പോ അമേരിക്കയുടെ റഡാറുകളിൽ കാത്തിരിക്കുന്ന വൈമാനികരോട് ആ വിമാനത്തിൽ നിന്ന് സന്ദേശം വരികയാണ്. രാവിലെ 4:13 ഒരു സന്ദേശം വരികയാണ്. ഇതാ ഞങ്ങൾ മിയാമിയിൽ എത്താറായി. അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ
മിയാമിയിൽ ഇറങ്ങാൻ പോവുകയാണ്. മിയാമിയിലെ വഴിവിളക്കുകൾ ഞങ്ങൾ വിമാനത്തിലിരുന്നു കൊണ്ട് കാണുകയാണ്. വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് സന്ദേശം വരുന്നു. മിയാമിയിലെ അമേരിക്കയുടെ തെക്കേ അമേരിക്കയുടെ റഡാർ സംവിധാനത്തിലേക്ക് വിമാനം പറന്നു പോകുന്നത് റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. വിമാനയാത്രക്കാർ റഡാറിന്റെ സ്ക്രീനുകളിൽ കാണാം. പൈലറ്റിന്റെ കോക്പിറ്റിൽ നിന്ന് വിമാനത്തിന്റെ സന്ദേശങ്ങൾ തെളിഞ്ഞു കാണുമ്പോ രാവിലെ 4:13 അവർ പറയുന്നത്, ഇതാ മിയാമിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ്. വെറും 980 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ റഡാറിന്റെ തിരശീല കറുത്തതായി, ഒരു സിഗ്നൽ പോലും കാണുന്നില്ല. അവസാനം 1948 ഡിസംബർ 28 രാവിലെ 4:13 അതേ സഞ്ചരിച്ച 380 പേരുടെ ഒടുക്കത്തെ ശബ്ദം കേട്ടതാണ്. ഇതേവരെ ആ ശബ്ദം പിന്നെ ആരും കേട്ടിട്ടില്ല. ആ വിമാനം പിന്നെ ഇതേവരെ ആരും കണ്ടിട്ടില്ല. അതിന്റെ ഒരു അവശിഷ്ടം പോലും ലോകത്താർക്കും കിട്ടിയിട്ടില്ല. എത്രയെത്രയോ സംഭവങ്ങളാണ്. എവിടെയെന്ന് യുദ്ധവിമാനം പോയി 380 യാത്രക്കാരുമായി തകർന്നു വീഴുമ്പോ എവിടെയാണെന്നറിയാൻ കഴിയാതെ തെക്കേ അമേരിക്കയിൽ നിന്ന് 3ാമത്തെ ദിവസം 5 പോർ വിമാനങ്ങളാണ് ഇത് കാണാൻ വേണ്ടി ഒന്നിച്ചു പോകുന്നത്. ഒരാളായിട്ട് പോകുമ്പോഴല്ലേ കാണാതിരിക്കുന്നത്. 5 പോർ വിമാനങ്ങൾ ഒന്നിച്ചു പറന്നു പോയി ബർമുഡ ട്രയാങ്കിളിലേക്ക്. റഡാറിൽ 5 വിമാനങ്ങളും പോകുന്നത് കാണാം. ഒരല്പ നിമിഷം കഴിയുമ്പോ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ലോകത്തിന്റെ ഇതേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എടുത്ത് നോക്ക്. അവസാനം ബർമുഡ ട്രയാങ്കിളിന്റെ ഈ വിവരണത്തിന് ശേഷം അതിൽ മുങ്ങിപ്പോയ എല്ലാ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും രേഖയുണ്ട്. അതിനുശേഷം പറയുന്നു, ഇതേവരെ ഇതിന്റെ രഹസ്യമാണെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, റൂഹിനെ നോക്കി നിന്ന മനുഷ്യ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകത്തെ മുഴുവനും രക്തം കുടിച്ചു വെട്ടിക്കുന്ന അമേരിക്കയുടെ 980 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. വെറും 1000 കിലോമീറ്ററിന്റെ പരിധിക്കുള്ളിൽ നടന്നിട്ട് ലോകത്തിന്റെ സർവ്വ അനക്കങ്ങളിലും ഇടപെടുന്ന അമേരിക്ക എന്ന ലോക സാമ്രാജ്യത്വത്തിന് ഇതേവരെ കൺമുമ്പിലെ സമസ്യകൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 5 പോർ വിമാനങ്ങൾ പോയ വഴിയിൽ അപ്രത്യക്ഷമാകുമ്പോ ഈ നിഗൂഢതയുടെ രഹസ്യം എന്താണ്? എവിടെയാണ് ഇത് കഴിയുന്നത്? കുറെ ആളുകൾ പറഞ്ഞ് കടൽ കൊള്ളക്കാരെ തട്ടിയെടുക്കുന്നതാണ്. കാരണം തെക്കേ അമേരിക്കയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുന്ന സ്വർണവും വെള്ളിയും കയറ്റിയ വിമാനങ്ങളും കപ്പലുകളും പോകുന്നത് ഇതുവഴിയാണ്. കടൽ കൊള്ളക്കാര് തട്ടിയെടുത്തതാന്ന് പറയുമ്പോ അതിന്റെ അവശിഷ്ടമെങ്കിലും കാണേണ്ടതല്ലേ? മരിച്ചവരുടെ ജഡമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഒരു ആണി പോലും, തുരുമ്പ് പിടിച്ച ഒരാണി പോലും 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇതേവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരാ, നിനക്കറിയാത്തത് പല ലോകത്ത് മറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ബർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ. നിങ്ങൾ എടുത്തു നോക്കിക്കോളി, വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ കാണാം, സൈറ്റ് തുറന്നു നോക്കിയും കാണാം. അതിനകത്ത് ഏറ്റവും അവസാനം ഈ അടുത്ത കാലത്ത് ഡോക്ടർ മുസ്തഫ കഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ, അദ്ദേഹം ഒരു ജിന്നുമായിട്ട് സംസാരിച്ചു. മുസ്തഫ കഞ്ചൂരി ജിന്നുമായിട്ട് സംസാരിച്ചു. ജിന്നുമായിട്ട് സംസാരിക്കൂല്ലേ മനുഷ്യര്? ഇല്ലേ? ഇല്ലേ? ജിന്നു മനുഷ്യരെ നേരിട്ട് സംസാരിക്കില്ലോ? സംസാരിക്കോ? മോദിമാം സംസാരിച്ചിട്ടുണ്ട്. ജിന്നുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാ? ജിന്നും മനുഷ്യരെ സംസാരിക്കും. ഖുർആനല്ലേ നമ്മളതിനകത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി, അതിന്റെ പേര് ജിന്നെന്നാണ്. ഇപ്പൊ ജിന്നിന്റെ ഭാഗത്തോട്ട് നോക്കിയാൽ നമ്മുടെ വിഷയം വേറെ അടുത്തോട്ട് പോകും. ഇത് ഞാൻ പറയുന്നത് ലോകത്ത് കാണാത്ത രഹസ്യങ്ങൾ ഏറെയാ. അത് പറഞ്ഞാലേ ഇനി ഖബർ മനസ്സിലാവും. നമ്മൾ നമ്മത്തോളം നമ്മൾ നമ്മുടെ യുക്തിക്ക് ഏറുന്നല്ലേ നമ്മൾ അംഗീകരിക്കൂ. ഖബറിൽ 3 അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 3 അനുഭവം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതുവരെ നിനക്ക് തിരിയാത്ത രഹസ്യം ലോകത്തുണ്ടെന്ന് നീ അറിയണം. നമ്മളെല്ലാം നമ്മുടെ കണ്ണുമുമ്പിൽ അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്റർ ബർമുഡ ട്രയാങ്കിളിലേക്കുള്ളൂ. 1000 കിലോമീറ്റർ ഇതേവരെ കണ്ടുപിടിക്കാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞില്ല. അവർ പറയണത് ആ രഹസ്യം എന്താണെന്ന് ഇതുവരെ അറിയില്ല. രഹസ്യം ഇത് തന്നെയാണ്. പക്ഷെ അള്ളാഹ്ക്ക് രഹസ്യമില്ലല്ലോ. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. എല്ലാ രഹസ്യവും അറിയുന്നവൻ. വമാ തുഖ്ഫിസ് സുദൂർ, അള്ളാഹു ആണല്ലോ എല്ലാം അറിയുന്നത്. നഹ്നു ബിൽ ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ. അള്ളാഹ് പറയുന്നത് എന്താന്ന് നോക്കാം. മുസ്തഫ കഞ്ചൂരി എന്ന് പറയുന്ന മനുഷ്യൻ ജിന്നുമായിട്ട് സംസാരിക്കും. അതിനകത്ത് ആരും വിഷമിക്കണ്ട. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ ജിന്ന്. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا.
അല്ല പറയുകയാണ് അന്നഹു കാന റിജാലും മിനൽ ഇൻസി, പുരുഷന്മാരിലുള്ള മനുഷ്യരിലുള്ള കുറെ പുരുഷന്മാർ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലുള്ള പുരുഷന്മാരുമായി ഫസാദൂഹും റഹഖാ, അവര് പരസ്പരം സംസാരിച്ചു അത്രേ. ഖുർആൻ. ഇനിയിപ്പോ അതിനകത്ത് സംശയമില്ലല്ലോ, മനുഷ്യര് ജിന്നുമായിട്ട് സംസാരിക്കും. മനുഷ്യരെ പോലെ തന്നെ ഭൂലോകത്തുള്ള ഒരു സാധനമാണ് ജിന്ന്. ജിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. ജിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നതാണ് അല്ലേ ഉസ്താദേ? ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന, ജിന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ജിന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റൂല. മിക്കവാറും പെണ്ണുങ്ങൾ കടന്നുറങ്ങൂല വീട്ടിൽ. ഉസ്താദിന് ജോലിയായിരിക്കും, 10-15 നൂല് ഓതി കൊടുക്കേണ്ടി വരും. ജിന്നെപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ജിന്നുകളുടെ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ശൈത്താൻ ആരാണ്? ജിന്നുകളിൽ നല്ല ആളുകളുണ്ട്, മനുഷ്യരിൽ നല്ല ആളുകൾ ഉള്ളതുപോലെ, മനുഷ്യരിൽ മുഅ്മിനീങ്ങളും ഫാസിഖീങ്ങളും ഉള്ളതുപോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളായ ജിന്നുണ്ട്. എന്നാ തലതിരിഞ്ഞ ജിന്നുകളുണ്ട്. ആ തലതിരിഞ്ഞ ജിന്നിൽപ്പെട്ട ആളാണ് ശൈത്താൻ, അല്ലേ? ശൈത്താൻ ജിന്നാൻ, അല്ല വേറൊന്നുമല്ല. ഖുർആൻ സൂറത്തുൽ കഹ്ഫ്, കാന മിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബി, കാന ആ ശൈത്താനായിരുന്നു, മിനൽ ജിന്നി ജിന്നിൽ പെട്ടവനായിരുന്നു, ഫഫസക അൻ അംരി റബ്ബി, അല്ലാഹുവിനോട് അവൻ തെറ്റ് ചെയ്തവനാണ്. ഈ തലതിരിഞ്ഞ ജിന്നിനെയാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജിന്നുകളോട് മനുഷ്യരെ സംസാരിക്കും, മനുഷ്യരുമായിട്ട് സംവദിക്കും. ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹി ദാറുൽ ദൈവബന്ദിലെ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ദറസിൽ ജിന്നുകൾ വന്നിട്ട് ദറസിലുണ്ടായിരുന്നു. ദാറുൽ ദൈവബന്ദില് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ദറസ് എടുക്കുമ്പോൾ ജിന്നുകൾ വന്ന് കിതാബ് ഓതാൻ വേണ്ടി വന്നിരുന്നു. അവരവിടെ ഹോസ്റ്റലിൽ തന്നെ മുത്തല്ലിമീങ്ങളുടെ കൂടെ താമസിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാത്രി ആയപ്പോ മുത്തല്ലിമീങ്ങളൊക്കെ റൂമിൽ കിടക്കുകയാണ് കട്ടില്. അപ്പൊ എല്ലാരും കിടന്നു കഴിഞ്ഞാല് ലൈറ്റ് ആര് ഓഫ് ആക്കണം, അങ്ങനെ ഒരു തർക്കം വരും. കാരണം എഴുന്നേറ്റ് നടന്നു പോയി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരും, എവിടെയും തട്ടി വീണില്ല, ഉറക്കം പോകും. അപ്പൊ എല്ലാവരും കിടന്നിട്ട് പറയും, നീ ഓഫാക്ക്, നീ എഴുന്നേറ്റ് ഓഫാക്ക്. അങ്ങനെ ആ റൂമിൽ വെച്ചൊരു വലിയ തർക്കം ഉണ്ടായി, ലൈറ്റ് ആര് ഓഫാക്കണം. അവസാനം ഇങ്ങേ മൂലേ കിടന്ന, ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാണ്, ഇങ്ങേ മൂലേ കിടന്ന ഒരാൾ പറഞ്ഞു ആരും തർക്കിക്കണ്ട, ഞാൻ ഓഫാക്കാന്ന് പറഞ്ഞാൽ ആ മൂലേ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി ഓഫാക്കി. സ്വിച്ച് ബോർഡ് എവിടെയാണ്? ആ ജിന്ന് മൂലേ കിടന്നിട്ട്, ഇത് വലിയ അത്ഭുത സംഭവമൊന്നുമല്ല, മൂലയെ കിടന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ കൈ നീട്ടി അങ്ങ് ഓഫാക്കി, അല്ലേ? ആ ജിന്നങ്ങാൻ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങ പറിക്കുക ഇത്ര ആളുകളെ നോക്കി കിടക്കണ്ടായിരുന്നു. ഒരു തേങ്ങ ഇടാൻ വേണ്ടി ഒരാളെ വിളിക്കുക എന്തൊരു അതാപ, കാറും കൊണ്ട് പോയി വിളിച്ചോണ്ട് വന്നാൽ കിട്ടൂല. അതേപോലെ ഒരു ജിന്നിനെ കിട്ടിയിരുന്നെങ്കിൽ, ജിന്ന് സേവയുള്ളവരൊക്കെ ഉണ്ടല്ലേ, ആളുകൾ പേടിച്ച് അപ്പടാ കൂടെ നിൽക്കണ മനുഷ്യർക്ക് മനസ്സിലായത് ഏതാ സാധനമെന്ന്. പിറ്റേ ദിവസം വലിയ വിഷയമായി. അവസാനം ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി ജിന്നിനെ പുറത്താക്കി. ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളെ കുറച്ച് ബഹളം ഉണ്ടാക്കരുത്, പേടിപ്പിക്കരുതുള്ള കരാറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഹുസൈൻ അഹമ്മദ് മദനി കൂട്ടിയത്. ഹുസൈൻ അഹമ്മദ് മദനി ജിന്നോട് പറഞ്ഞു ഇനി നീ പഠിക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു, പുറത്താക്കി കോളേജിൽ നിന്ന്. അപ്പൊ ജിന്ന് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ കെഞ്ചൂരി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ പറയുന്നു, ബർമുഡ ട്രയാങ്കിളിൽ ജിന്നുകളുടെ ലീലാവിലാസമാണ്. അത് ജിന്നുകൾ താമസിക്കുന്ന പ്രദേശമാണ്. മനുഷ്യർ താമസിക്കുന്ന പോലെ ഭൂമിയിലാണ് ജിന്ന് താമസിക്കുന്നത്. ജിന്നിനെ കാണാം. പഴയ പള്ളിയിലൊക്കെ പോയാൽ മിക്കവാറും ഇവിടെ കാണാൻ പറ്റും. കല്ലൂർ പള്ളി പഴയ പള്ളിയല്ലേ, രാത്രിയിൽ ആരും ഇല്ലാത്ത രാത്രിയിൽ നിങ്ങൾ വന്ന് നോക്കി ജിന്നുകൾ നിസ്കരിക്കണ കാണാം. വന്ന് നോക്കിയോ കുഴപ്പമില്ല. രാവിലെ എന്താ ഹാലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ പഴയ പള്ളിയിൽ പോയി നോക്കി, പഴയ പൗരാണികമായ പള്ളിയില്ലേ, ഈ അടുത്ത സമയത്ത് ഞങ്ങൾ എവിടെയോ ഒരു പള്ളിയിൽ പോയ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാല് ഇതേത് പള്ളിയാണെന്നൊരു വിടുത്തല്. അടുത്ത സമയത്താ പോയത്. എന്റെ കൂടെ വന്ന ആളുണ്ടായി പറയും, കോവമംഗലത്തപ്പുറത്ത് മാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ ആയിരുന്നു പോയത്. ഒരു പള്ളി, അതിന്റെ അകംഭാഗത്ത് അകത്തെ പള്ളിയിൽ കയറി നിസ്കരിച്ചാല് നിസ്കാരത്തിന് ഇത്രയും ഹൗഫുണ്ടോ നമ്മൾ ഓർത്തു. അത്രയ്ക്കല്ല. ഇതിപ്പോ പഴയ പള്ളിയല്ല, 100 വർഷം പഴക്കമുണ്ട്. ആ പള്ളിക്കകത്ത് പഴയ പള്ളിയുടെ ഫ്രണ്ട് വാതിലിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ഹൗദി കിടക്കും. ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ പള്ളിയുടെ വാതിലിന് നേരെ കിടന്നാലേ ജിന്നുകൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ എടുത്ത് തോണ്ടി അപ്പുറത്തോട്ട് മാറ്റിയിടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോ കിടക്കുന്ന ജിന്നായിരിക്കും. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരിമാര് വേറൊന്നും വിചാരിക്കരുത്, തൊട്ടടുത്ത് കിടക്കുന്ന ജിന്നാന്നും പറഞ്ഞപ്പോ വീട്ടിൽ പോയി ഭർത്താവിനോട് വഴക്കുണ്ടാകും. നിങ്ങൾ ജിന്നാണോ ഇൻസാണോ വെട്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇടങ്ങേറാവും. അതുകൊണ്ട് ആ രീതിയിൽ തർക്കം വേണ്ട. ജിന്നുകൾ നമ്മുടെ ഇടയിലുണ്ട്, മലക്കുകൾ നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മലക്കുകളില്ലേ? നമ്മൾ വിശ്വസിക്കുന്നവരില്ലേ? കാണാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ ജിന്ന് മുസ്തഫ കെഞ്ചൂരി ഒരു ജിന്നുമായി സംവദിച്ചുവത്രേ. ആ ജിന്ന് വന്നിട്ട് പറഞ്ഞു ബർമുഡാ ട്രയാങ്കിളിന്റെ രഹസ്യം ചോദിക്കുമ്പോ അതുമായി ഗവേഷണം നടത്തുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ആ ജിന്ന് സംസാരിച്ചുവത്രേ. അത് ജിന്നുകളുടെ താവളമാണ്. ഒരു കപ്പലെന്നല്ല, ഒരു വിമാനം പോലും അതേവരെ പിടിച്ചെടുത്ത് മാറ്റാൻ ജിന്നുകൾക്ക് കഴിയുമെന്ന് മുസ്തഫ കെഞ്ചൂരിയോട് പറയുമ്പോ മുസ്തഫ കെഞ്ചൂരി ചോദിച്ചുവത്രേ, എങ്ങനെയാണ് അതിന്റെ മുകളിലൂടെ മനുഷ്യനൊന്ന് പറക്കാൻ കഴിയുക? ബർമുഡാ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ രഹസ്യ കലവറയുടെ മുകളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയുമോ? ആ സമയത്ത് ആ ജിന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ വരികളാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അതിലൂടെ കടന്നു പോകണമെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ പോകേണ്ടത് എങ്ങനെയാണെന്ന്. അവിടെ ജിന്നുകൾ, മോശമായ ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. അവരാണ് ഈ കപ്പലുകളും വിമാനങ്ങളും തകർത്തു മാറ്റുക. അതിന്റെ മുകളിലൂടെ പറന്നു പോകണമെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ അൽഹംദുലില്ലാ പഠിപ്പിച്ചല്ലോ. അതിന്റെ ഒരേ ഒരു കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു ലൈസ ലഹു സുൽത്താൻ. ഒരിക്കലും മോശമായ ജിന്നുകൾക്കോ പിശാചുകൾക്കോ ഒരധികാരവും സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനൂ, അല്ലാഹുവിൽ ഈമാൻ കൊണ്ടവര്. അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലെ തവക്കുലാക്കി മനസ്സിൽ ഈമാനുള്ളവർ അതിന്റെ മുകളിലൂടെ പറന്നു പോയാൽ ആ ജിന്ന് പറഞ്ഞു പത്രേ, ബർമുഡാ ട്രയാങ്കിളിലൂടെ പറന്നു പോകുമ്പോ അള്ളാന്റെ തസ്ബീഹ് പറഞ്ഞിട്ടെങ്ങാനും ഒരു ദിക്ർ പറഞ്ഞ് പറന്നു പോയാൽ, നദാ നാവില് ദിക്ർ പറയുന്നവനാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ നാമം പറഞ്ഞാൽ അതിന്റെ മുകളിലൂടെ പറന്നു പോകാം. ആ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യാം. ഒരു പ്രശ്നവുമില്ലെന്ന് അള്ളാന്റെ ഖുർആനല്ല പറഞ്ഞതെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സമസ്യക്ക് ഖുർആൻ പൂരണം നൽകുമ്പോ സഹോദരങ്ങളെ, ഞാനിനി പറയാൻ പോകുന്നത് അമേരിക്കയുടെ, ഞാൻ ഇത്രയേറെ പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ കണ്ണും മനസ്സും എന്റെയും കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. ഉസ്താദേ, നിങ്ങൾ പറയുന്ന ബർസഖിലെ 3 അനുഭവം നടക്കുന്നത് എവിടെയാ? നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടുമുമ്പിൽ ഈ മതില് മാത്രമേ തടസ്സമുള്ളൂ. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. കലൂര് പള്ളിയുടെ തൊട്ടടുത്ത് നടക്കുന്ന, ഇതെവിടെ നടക്കുന്നതാണ്? ആർട്ടിക്കിലല്ല, അന്റാർട്ടിക്കലല്ല, പസഫിക്കിലല്ല, അട്ടിക്കിലല്ല. ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത് ഈ കാണുന്ന മണ്ണിന്റെ അടിയിലാണ്. ഈ മണ്ണിന്റെ അടിയിൽ നടക്കുന്ന, അതിൽ നിന്ന് 10 മീറ്റർ അടുത്ത് നിൽക്കുന്ന നാം അറിയുന്ന സംഭവമാണ്. അതുകൊണ്ടില്ല എന്ന് നിഷേധിക്കരുത്. ഈ ഭൂമിയിൽ തന്നെ നീ കാണാത്ത എത്രയോ നിരവധിയാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതേക്കാൾ ഇനി എത്ര രഹസ്യങ്ങൾ. ബർമുഡാ ട്രയാങ്കിൾ, ഇന്നഹു പിശാച് ലൈസ ലഹു സുൽത്താനുൻ, അവൻ അധികാരം സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അലല്ലദീന ആമനു, ഈമാനുള്ളവരുടെ മുകളിൽ പറക്കട്ടെ. ലോകം ആ രീതിയിൽ ഗവേഷണം ചെയ്യട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ വല്ലാത്ത സാധനം എന്റെ സഹോദരങ്ങളെ. പഠിക്കണം, ഖുർആൻ പഠിക്കണം. ഖുർആനെ കുറിച്ച് നമ്മൾ അറിയാത്തതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതാൻ പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറില്ല, പാത്തുമാന്റെ ആട് എഴുതിയ ആള്. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ലീലാവതി വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതി. അതിനകത്ത് ഡോക്ടർ ലീലാവതി പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വാക്കാണ്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. സാധാരണ നമുക്ക് വെളിച്ചം അറിയാം, വെളിച്ചത്തിന് പിന്നെ ഒരു വെളിച്ചമുണ്ട്. അതെന്തൊരു വാക്കാണ് മലയാളത്തിൽ, വെളിച്ചത്തിന് എന്തോ ഒരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ എവിടെ നിന്ന് എഴുതിയതാ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ അറബി സാഹിത്യത്തിന്റെ സ്വാധീനം എന്ന വിഷയത്തിൽ PhD എടുത്ത ഡോക്ടർ മുഹമ്മദ് ബഷീർ അദ്ദേഹം പറയുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ ഖുർആനിൽ നിന്ന് എടുത്താണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. അത് ഖുർആൻ മാത്രം ആ സാഹിത്യം പറഞ്ഞിട്ടുള്ളൂ. ആകാശത്തുകൂടി പോകുന്ന വിമാനം ഖുർആൻ കണ്ടിട്ട് കണ്ടുപിടിച്ചാണ്. ഇന്ന് അവകാശവാദമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞേക്കണം മുമ്പായിരിക്കും നിർത്തണമെന്നാണ്. അപ്പൊ 3 അനുഭവമാണ് ഈ ഖബർ. ഇതേപോലെ ലോകത്തിന്നേ വരെ ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ച പറയാൻ കഴിയാത്ത അറ്റ്ലാന്റിസ്, ഹിമാലയൻ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്ന അപൂർവ ജീവികൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഭ്രമിപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ എവിടെയോ ഉണ്ട് എന്ന് പറയുന്ന സ്വർണത്തിന്റെ മരുഭൂമി,
ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധനമുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ഏതോ ഭാഗത്ത് സ്വർണത്തിന്റെ മരുഭൂമിയുണ്ട്. മണൽത്തരി മുഴുവൻ സ്വർണമാണ്. ആ ലുക്കാസുകാർ കണ്ടിരുന്ന അവിടെ ജുവലറി ഇട്ടേനെ. ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഉണ്ട് സാധനം. അങ്ങനെ എത്രയെത്ര രഹസ്യങ്ങൾ ദുനിയാവി കിടക്കുന്നു. അപ്പൊ പിന്നെ മണ്ണിന്റെ അടി കിടക്കുന്ന രഹസ്യം നമ്മൾ പറയാതിരിക്കണോ? ഏതായാലും നമ്മൾ ഒരു ദിവസം മരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകും. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ലോകത്ത് നാം എല്ലാവരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യും. ഒടുക്കത്തെ യാത്ര, അവസാനത്തെ യാത്ര. ഇതേവരെ സ്വന്തമായി നടന്ന നിന്നെ 4 പേരുടെ തോളിലേറ്റി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലി കല്ലൂര് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഇല്ലേ? ദുനിയാവിൽ ആരും നോക്കാത്തവരാണെങ്കിലും ഞാൻ ബർസഖിലോട്ട് കടന്നു പോവാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചോണം, അല്ലാഹുവേ ഇനി പറയാൻ പോകുന്ന രഹസ്യങ്ങൾ ഞാൻ അംഗീകരിക്കാതിരിക്കാനുള്ള. കാരണം എനിക്കറിയാൻ പാടാത്ത പലതും ദുനിയാവിൽ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി വേണം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്താണത്? ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന നാം 4 പേരുടെ തോളിലേറി മരണത്തിന്റെ അടിമയായി ഈ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന നാം മരണത്തോടെ വിട പറഞ്ഞ് 4 പേരുടെ തോളിലേറി നിന്നെ കൊണ്ടുപോവുകയാണ്. തൽബിയത്ത് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്തൂക്ക് കട്ടിലേറി നാം വരികയാണ്. റോഡിലൂടെ പോകുന്ന സമയത്ത് നടന്ന് നടന്ന് ഓരോരുത്തരുടെ ചുമലുമാറി ചുമലുമാറി ക്യാഹെ ദസ്തൂർ ദുനിയാ ഖദാറെ മർന ദംദക്കി സീനെ ന പൂച്ചാ ബൈദ മരനെ കോ മയ്യത്ത് കോ മേരി ലോക സർ പേ ഉഡായേ ഹുയേ തേ. ഇത്രയും നാൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവന് എന്നെ തോളിലെടുത്തു വെച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. നടന്ന് നടന്ന് നടന്നവൻ പള്ളി മുമ്പിലെത്തി. എല്ലാവരും നിന്റെ പുറകിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കും. അവസാനം എല്ലാവരും കൂടെ കൂടിയെടുത്തിട്ട് കല്ലൂര് പള്ളിയുടെ ജുമാ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് നിന്നെ വെച്ച് കഴിയുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നടന്നേ പറ്റുകയുള്ളൂ, ഒരു ദിവസം വന്നേ പറ്റുകയുള്ളൂ. അതറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കല്ലൂര് ജുമാ മസ്ജിദിൽ വന്നിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഖബർസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ നിൽക്കുന്ന ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികളാണ് മുളച്ചു നിൽക്കുന്നത്. ഖബറിന്റെ തലഭാഗത്ത് എത്രയോ മൈലാഞ്ചി ചെടികൾ. ഒന്ന് നോക്കുക, നിരന്നു നിൽക്കുന്ന മണൽക്കാടിലേക്ക് എത്രയോ മൈലാഞ്ചി ചെടികളാണ് ഖബറിന്റെ തലഭാഗത്ത് മുളച്ചു നിൽക്കുന്നത്. ആ മൈലാഞ്ചി ചെടി നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് കല്ലൂര് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ, അല്ലെങ്കിൽ വേങ്ങോട് ജുമാ മസ്ജിദിൽ നിന്നിറങ്ങുമ്പോ പള്ളിപ്പറമ്പിൽ പരന്നു കിടക്കുന്ന മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി ചിരിക്കുന്നത് കാണാം. മൈലാഞ്ചി ചെടികൾ നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. ഖബർ കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ള കഥ എന്താണ്? പെങ്ങളെ, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ കഥ കണ്ടാൽ പോരാ. ഖബറിലേക്ക് കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിയുടെ കഥ കേൾക്കണം. ആ കഥയാണ് വല്ലാത്ത കഥ. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടി നിന്നോട് പറയുന്നത് എന്താ? എടാ, നെഞ്ചും വിരിച്ചുകൊണ്ട് നീ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നുവോ? നീ ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല എന്ന് നീ ധരിക്കുന്നുവോ? എടാ, നിന്നേക്കാൾ വലിയ കൊലകൊമ്പന്റെ, നിന്നേക്കാൾ വലിയ ലക്ഷാധിപതിയുടെ, നിന്നേക്കാൾ നെഞ്ചും വിരിച്ചുകൊണ്ട് ഇതിലെ നടന്നു പോയവന്റെ തലയ്ക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുക, ഞാനിവിടെ മുളച്ചു നിൽക്കുക. ഖബറിൽ കിടക്കുന്ന മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ളത് ഈ കഥയാണ്. എത്ര കൊലകൊമ്പന്മാരുടെ തലയ്ക്കുള്ളിലെ തലച്ചോറാണ് ഈ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പുട്ടി എന്നറിയുമോ? കണ്ണു തുറന്നു നോക്കുക. ഖബറടക്കുമ്പോൾ വലതു ഭാഗത്ത് തലഭാഗത്ത് നാം കുരിച്ചിട്ട മൈലാഞ്ചി ചെടിയുടെ 2 കമ്പുകൾ എങ്ങനെയാണിത് പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായത്? എങ്ങനെയാണ് ഇത്ര കാതലുള്ള ഒരു വൃക്ഷമായി മാറിയത്? എത്ര കൊലകൊമ്പന്മാരുടെ തലച്ചോറിലെ വളമാണെന്നറിയുമോ? നാളെ നീയും ഇതേപോലെ വന്നിവിടെ കിടക്കും. നിന്റെ തലച്ചോറിലെ വളം ഞാൻ വലിച്ചെടുക്കുമടാന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മരങ്ങൾ പോലും നമ്മളോട് പറയുമ്പോ, ദുനിയാക്കേ മുസാഫിർ മനസ്സിൽ തരി ഖബർ ഹേ, ദുനിയാ में कैसर हिना
लाखों करोड़ आए बाकी रहा न कोई मिट्टी से सो रही है ഏ ദുനിയാവിലെ യാത്രക്കാരാ നടന്ന് 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 നീ വന്നെത്താനുള്ളത് ഇവിടേക്കാണ് നീ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും അത് നിന്റെ കബറിലേക്കുള്ള വരവാണെന്ന് പറഞ്ഞ പോലെ നടന്ന് 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 നമ്മൾ കബറിലെത്തിച്ചേർന്നിടും നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും ഓരോ നാള് കൊടിയുമ്പോ ആയുസ് കുറയുകയാണ് ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ ആയുസ്സിൽ നിന്ന് ഒരടി കുറയുകയാണ് നീ കബറിലേക്ക് വരേണ്ടവനാണ് ഇവിടേക്ക് വരേണ്ടവനാണ് എല്ലാവരും വന്ന് കിടക്കേണ്ട കബറാണ് ഒരു ദിവസം ഈ ശരീരം കൊണ്ടുപോയി ഈ മണ്ണിലോട്ട് ചേർത്ത് വെക്കുമ്പോ മണ്ണാൽ തുടങ്ങിയവനെ മണ്ണിൽ പോയി ഒടുങ്ങുക നീ മണ്ണിൽ തുടങ്ങിയവനാണ് നീ മണ്ണിൽ പോയി ഒടുങ്ങേണ്ടവനാണ് ഒരു ദിവസം എല്ലാവരും കൂടി ഈ ശരീരം എടുത്തിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന ആലമുൽ ബർസഖ് എന്ന 4ാമത്തെ ഘട്ടത്തിലേക്ക് ആ ശരീരമെടുത്തിട്ട് കബറിന്റെ മുകൾ ഭാഗത്ത് ആളുകൾ നിരന്ന് നിൽക്കും ഈ ശരീരമെടുത്തിട്ട് കബറിന്റെ ഉള്ളിലേക്ക് നിന്റെ 4ാമത്തെ ലോകമാണ് 4ാമത്തെ ലോകം വളരെ കുടുസാണ് സഹോദരങ്ങളെ കൈ നീട്ടാനിടമില്ല കാല് നീട്ടാനിടമില്ല കൈ പൊക്കിയാലും മുകളിൽ നിന്ന് മണ്ടിട്ടയിൽ കിടക്കുന്ന 6 അടി മാത്രമുള്ള ഒരു ചെറിയ ലോകമാണ് 4ാമത്തെ ലോകം നിന്റെ